അപ്പോൾ നമ്മളിന്ന് പുതിയൊരു നഴ്സറിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നഴ്സറിയിലെ മാഡം സ്ഥലത്തില്ല. നമുക്ക് അവിടുത്തെ സ്റ്റാഫിനെ ഒന്ന് പരിചയപ്പെടാം. സ്റ്റാഫ് എല്ലാ ഫ്രൂട്ട് പ്ലാന്റും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. വരാം. ഇവിടുത്തെ നിങ്ങളുടെ നഴ്സറിയുടെ പേര് പറയാം. ഗ്രീൻ പാരഡൈസ് നഴ്സറി എന്നാണ്. പേരെന്താ? പേരെന്താ? എൻ്റെ പേര് ഫൗസി അല്ലേ? അപ്പോൾ ഫൗസിക്കെല്ലാം ഇവിടുത്തെ പ്ലാന്റ് എല്ലാം പരിചയപ്പെടുത്താൻ പറ്റുമല്ലോ? തീർച്ചയായും. ഇപ്പം ഈ പേരയൊക്കെ ഏത് വെറൈറ്റിയാണ്? പേര് ജപ്പാൻ പേര. ജപ്പാൻ പേരയാണോ? എല്ലാം അത് തന്നെ, ആ വെറൈറ്റി തന്നെയാണോ? ജപ്പാൻ പേരയുണ്ട്, തായ്ലൻഡ് പേരയുണ്ട്, തായ് പിങ്ക് എന്ന് പറയും. ഈ തായ് പിങ്ക് ആണോ ഈ പച്ചല് വൈറ്റ് ബോർഡർ ഉള്ള? അതെ അതെ. അത് വേരിഗേറ്റഡ് പേരയാ. ആണോ? അതെങ്ങനെ സൈസ് വ്യത്യാസമുണ്ടോ? ഫ്രൂട്ട് തമ്മിൽ വ്യത്യാസം വരും. ഫ്രൂട്ട് വ്യത്യാസമുണ്ടോ? ലീഫിന്റെ കളർ വെച്ച് ഈ വേരിഗേറ്റഡ് എന്ന് പറയുന്നത്. നോർമൽ ലീഫല്ല, വേരിഗേറ്റഡ്. അപ്പോൾ സൈസ് വലിയ സൈസ് തന്നെ. ആ പിക്ചറിനകത്ത് കാണുന്ന തന്നെ സൈസ് അല്ലേ? ആ ഫോട്ടോയിൽ തന്നെ കാണുന്ന സൈസ് തന്നെ വരും. ഇവിടെ പേരയുടെ തന്നെ 7-8 വെറൈറ്റി ഉണ്ട്. അപ്പം ഫൗസി ഓരോന്നും തന്നെ പരിചയപ്പെടുത്തും. അപ്പോൾ പേരയുടെ വെറൈറ്റീസ് എല്ലാം ഒന്ന് പരിചയപ്പെടണേ. ജപ്പാൻ പേര, ലക്നൗ പേര, മിനിയേച്ചർ പേര, മുന്തിരി പേര, സ്ട്രോബെറി പേര, തായ് പിങ്ക് പേര. ഈ സ്ട്രോബെറി പേര എന്ന് പറഞ്ഞാൽ പേര, റെഡ് പേര എന്നിങ്ങനെ 7 വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത്. എല്ലാം കുള്ളൻ സൈസ് തന്നെയല്ലേ? അതെ, എല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ കാ പിടിക്കുന്നതാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് പർപ്പിൾ വെറൈറ്റിയാണ്. പർപ്പിൾ കളറാണ്. ഇതൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് തന്നെ ചെയ്യാമല്ലോ. ആൾക്കാർ വരുന്നുണ്ടോ ഓൺലൈൻ പർച്ചേസിന്? ഉണ്ടല്ലേ? ഓൺലൈൻ തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്? ഓർഡർ അനുസരിച്ച് പോകും. കൊറിയർ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാ? ലീഫൊക്കെ സ്ട്രോബെറി ആണോ? അതെ. എന്ന് പറയുമ്പോൾ ആ സൈസ് അങ്ങനെ സ്ട്രോബെറിയുടെ സൈസ് റെഡ് കളർ തന്നെ. ലീഫും അതുകൊണ്ടാണ് ആ റെഡായിട്ട് തന്നെ നിൽക്കുന്നത്. റെഡ് പേര. നമ്മൾ നീലം പേരാന്ന് പറയും. നീലപ്പേര. ഇത് പിന്നെ സ്റ്റാർ നെല്ലി അല്ലേ? ഇത് ശീമനെല്ലിക്ക. നെല്ലിക്ക തന്നെ ലവലോലിക്ക, ശീമനെല്ലിക്ക, സാധാ നെല്ലിക്ക, സ്റ്റാർ ഫ്രൂട്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഈ ഫ്രൂട്ട് പ്ലാന്റ് കൂടാതെ ചെടികളും എല്ലാം തന്നെ ഉണ്ടല്ലേ? ഇത് ചെടികളുണ്ട്. ഇത് ഗ്രീൻ ചാമ്പ. ഇത് എങ്ങനെ? ഗ്രീൻ ചാമ്പ, റെഡ് ചാമ്പയുണ്ട്. ഗ്രീൻ ചാമ്പ, ആപ്പിൾ ചാമ്പ കണക്ക് വലുതാകുന്ന ചാമ്പയാണ്. ഇത് മാവ് അല്ലേ? ഇതേത് വെറൈറ്റിയാ മാവ്? ഇത് വെങ്കനപ്പള്ളി മാവ. വെങ്കനപ്പള്ളിയാ? അതെ. ഇതോ? മാവ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൂക്കോണം, വെങ്കനപ്പള്ളി, ഇമാം പസന്ത്, കോശ്ശേരി, തായ്ലൻഡ്, അങ്ങനെ ചെറിയ വെറൈറ്റി ഉണ്ട്. ഈ പ്ലാവിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ ഇവിടെ അല്ലേ? അതെ. റെഡ് ജാക്ക് പ്ലാവ്. എല്ലാ നെയിം ബോർഡും എല്ലാം ഉണ്ട്. മുട്ടം വരിക്ക, വിയറ്റ്നാം പിങ്ക്, വിയറ്റ്നാം എർലി സൂപ്പർ, അരക്കില്ല പ്ലാവ്, J33 പ്ലാവ്, റെഡ് ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ എല്ലാം തന്നെ നമ്മുടെ നഴ്സറി വന്നാൽ കൊണ്ടുപോകാം. ഈ സപ്പോട്ട കുള്ളനല്ലേ? എത്ര വർഷമാകുമ്പോൾ അത് കായ്ക്കും? 3 ഇനമുണ്ട്. ബനാന സപ്പോട്ട ഉണ്ട്. ഈ ബനാന സപ്പോട്ട എന്ത് പ്രത്യേകത? വേരിഗേറ്റഡ് സപ്പോട്ട ഉണ്ട്, നോർമൽ സപ്പോട്ട ഉണ്ട്. ബനാന സപ്പോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓവൽ ഷേപ്പ്ഡ് ആയിരിക്കും. ഓവൽ ഷേപ്പ്ഡ് വരും. ഓവൽ ഷേപ്പ്ഡ് കായ അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് എത്ര വർഷമാകുമ്പോൾ നമുക്ക് കാ കിട്ടും? ഇപ്പം തന്നെ ഇത് പൂത്തിരിക്കുക. ഇത് തന്നെ ഇപ്പോൾ ബഡിൽ കായുണ്ട്. അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു 3 വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ കാ കിട്ടത്തില്ലേ? 1 വർഷം കഴിയുമ്പോൾ കാ പിടിക്കും. എന്നാലും 3 വർഷം ആകുമ്പോഴത്തേക്ക് നല്ല ശരിക്കും കാ ആവും അല്ലേ? പന്തലിച്ചല്ലായിട്ട് വരും. ഇത് കണ്ട അവക്കാഡോ ഫ്രൂട്ട് പ്ലാന്റാണ്. ഇത് തന്നെ എല്ലാം ഗ്രാഫ്റ്റ് തൈയാണ്. ഇതൊരു 2 വർഷം ആകുമ്പോഴത്തേക്ക് കായ് വരുന്ന പരുവത്തിലാണ് ഈ തൈകൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വിളവ് കിട്ടുന്നത്.